എന്തായിരുന്നു സാറേ ഈ വിധവയില്ലേ? വിധവയില്ലല്ലോ. സാറേ ഇവിടെ വിധവയില്ലല്ലോ. വിധവ ആരാ? അതല്ല, വിധവ പെൻഷൻ. വിധവ പെൻഷനോ? ആർക്കാ? എനിക്ക്. വിധവേണോ? അതെ അല്ലേ? അല്ല. വിധവല്ലേ? അല്ല. പിന്നെ എങ്ങനെ പെൻഷൻ? അല്ലെങ്കിൽ പെൻഷൻ കിട്ടൂലേ? അല്ല സാറേ, എന്നെ പോലുള്ളവർക്ക് പെൻഷൻ കിട്ടുമെന്ന് അമ്മാവൻ പറഞ്ഞു. സാറേ വിധവ അല്ലെങ്കിൽ വിധവ പെൻഷൻ കിട്ടുമോ? എങ്ങനെ? വിധവ അല്ലെങ്കിൽ വിധവ പെൻഷൻ ഒന്നും കിട്ടില്ല. വിധവ അല്ലെങ്കിൽ വിധവ പെൻഷൻ കിട്ടില്ല. അല്ല സാറേ, എന്റെ ഭർത്താവിനെ കാണാതെ പോയിട്ട് ഇപ്പൊ ഒരു 8 വർഷമൊക്കെ കഴിഞ്ഞ്. അതെ. അയ്യോ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വിധവ പെൻഷൻ കിട്ടുമെന്ന് പറഞ്ഞു. സാറേ അതെ, ഭർത്താവ് കാണാതെ പോയി. അല്ല, കാണാനില്ല. ഭർത്താവ് ഇപ്പൊ ഇല്ല. 8 വർഷമായി. 8 വർഷമായി. അപ്പൊ കിട്ടും. അപ്പൊ അതിനെന്താ ചെയ്യണ്ടേ? സാറേ അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്യാം, ഇവിടെ ഒരു അപേക്ഷ തരിക. സാറേ പിന്നെ നിങ്ങള് പുനർവിവാഹം കഴിച്ചിട്ടുണ്ടോ? ഇല്ല സാറേ. വേറെ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ? ഇല്ല. പിന്നെ നിങ്ങൾ എവിടെ താമസിക്കുന്നത്? ഞാൻ സ്വന്തം വീട്ടിലാണോ? അച്ഛന്റെ കൂടെ. അച്ഛൻ എന്താ ജോലി? ഒന്നുമില്ല, പ്രായമായി. നിങ്ങൾക്ക് ജോലിയുണ്ടോ? ഇല്ല. വേറെ എന്തെങ്കിലും വരുമാനം? ഇല്ല. വരുമാനമില്ല. അപ്പൊ വേറെ വരുമാനങ്ങളൊന്നുമില്ല, വേറെ മാർഗവും ഇല്ല, ആശ്രിതരാരും ഇല്ല, ആരുമില്ല. വേറെ കല്യാണം കഴിച്ചിട്ടില്ല? ഇല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നേരെ വില്ലേജിൽ പോവുക. വില്ലേജിൽ പോയിട്ട് പുനർവിവാഹം കഴിച്ചിട്ടില്ല എന്നും പറഞ്ഞിട്ട് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ട് ഇവിടെ കൊണ്ടുതരിക. അത് തരാം. ബാക്കി കാര്യങ്ങൾ നമ്മൾ ഇവിടെ നിൽക്കും കേട്ടോ. അവിടെ നിൽക്കും കേട്ടോ. കൊറേ സമയം എടുക്കോ സാറേ? അതിപ്പോ വില്ലേജിൽ തിരക്കൊക്കെ ഉണ്ടാവും, എന്നാലും നോക്കൂ കേട്ടോ. പിന്നെ എന്താ വേണ്ടെന്ന് വെച്ചത്? അങ്ങനെ അല്ല കല്യാണം പിന്നെ ഇനി കഴിക്കുന്നുണ്ടോ? സാറേ ഞാൻ പോയിട്ട് വരാം. എന്നാ പിന്നെ പോയിട്ട് വന്നോ കേട്ടോ. പോവുകയാണല്ലേ? ശരി.